Science. Grandpa, Grandpa. പ്രിൻസ് മോനെ. എന്താ ഗ്രാൻഡ്പാ ഈ സമയത്തൊരു ഉറക്കം? നല്ല സുഖം തോന്നുന്നില്ല മോനെ. പനിയുടെ തുടക്കമാണോന്നൊരു സംശയം. മരുന്ന് വാങ്ങണോ ഗ്രാൻഡ്പാ? മരുന്ന് കഴിച്ചു മോനെ. അതിന്റെയാ ഈ മയക്കം. മോൻ ചുമ്മാ വന്നതാണോ അതോ? വായനശാലയിൽ നിന്നും ഞങ്ങൾക്കൊരു പുസ്തകം വേണമായിരുന്നല്ലോ ഗ്രാൻഡ്പാ. നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു അല്ലേ? അതെ ഗ്രാൻഡ്പാ. അന്നൊരിക്കൽ കണ്ടപ്പോൾ തോമസ് അങ്കിൾ പറഞ്ഞിരുന്നു കുറച്ച് പുതിയ ബുക്സ് വന്നിട്ടുണ്ടെന്ന്. കുറച്ചല്ല, കുറച്ചധികം തന്നെയുണ്ട്. ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ ഗ്രാൻഡ്പാ? അല്പനേരം കൂടെ കഴിഞ്ഞിട്ട് ചെല്ലു മക്കളെ. അപ്പോഴേക്കും തോമസ് ഒന്ന് ഫ്രീ ആകും. ശരി ഗ്രാൻഡ്പാ. ഞങ്ങൾ എന്നാൽ ഗാർഡനിൽ ചെന്നിട്ട് വായനശാലയിലേക്ക് ഒരുമിച്ച് പോയിക്കോളാം. ശരി മോനെ. ഞാൻ ഏകദേശം എല്ലാം തന്നെ കവർ ചെയ്തു. എനിക്ക് പകുതി പോലും ആക്കാൻ സാധിച്ചില്ല. എനിക്കും. പഠിക്കുന്ന ആ സമയം ഭംഗിയായി ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് കവർ ചെയ്യാൻ സാധിക്കും. ഓ, അവൻ തുടങ്ങി. അപ്പോൾ നീ എല്ലാം നന്നായി കവർ ചെയ്തു അല്ലേ? പിന്നില്ലേ. ഒരു തമാശ ഒപ്പിക്കാം. ആദം, എന്നാ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിന്നോട് ചോദിക്കാം. ഓ, വൈ നോട്ട്? ക്വസ്റ്റ്യൻ നമ്പർ 1. കാക്കയുടെ കാഷ്ടം. കാക്ക കാഷ്ടം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. പൂച്ചയുടെ കാഷ്ടം. പൂച്ച കാഷ്ടം. ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 3. എലിയുടെ കാഷ്ടം. സിമ്പിൾ. എലി കാഷ്ടം. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4. പല്ലിയുടെ കാഷ്ടം. പല്ലി കാഷ്ടം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. വെനിസിലയുടെ വിദേശകാര്യ സഹമന്ത്രി. എന്റെ കർത്താവേ, ഇതെന്ത് ചോദ്യം? അപ്പോൾ നീ കവർ ചെയ്ത പോർഷൻ ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലോകത്തുള്ള മൃഗങ്ങളുടെ എല്ലാം കാഷ്ടത്തിന്റെ പേരും പഠിച്ചുകൊണ്ട് അവൻ വന്നിരിക്കുന്നു. മോളെ, എന്തോ? ഒന്നിങ്ങി വരുമോ? ദേ വരുന്നു അപ്പച്ചാ. എന്താ അപ്പച്ചാ? മോളെ, തോമസ് ചിലപ്പോ വിളിക്കും. ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോളുമെന്ന്. അതെന്താ അപ്പച്ചാ? ആ മരുന്ന് കഴിച്ചതിന്റെ ആണെന്ന് തോന്നുന്നു. നല്ല ഉറക്കം വരുന്നു. ശരി, അപ്പച്ചനെന്നാ കിടന്നോളൂ. തോമസ് ഏട്ടനോട് ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചോളാം. ശരി മോളെ. എന്താ ആദം, നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അമ്മാതിരി കുടുക്കലടാ ദുഷ്ട, നീ എന്നെ കുടുക്കിയത്. ഇതൊക്കെ ഒരു തമാശയല്ലേ ആദം? പിന്നല്ലാതെ. അതൊക്കെ പോട്ടെ, നമുക്കെന്നാൽ വായനശാലയിലേക്ക് പോയാലോ? ശരിയാ പ്രിൻസേ, ഇറങ്ങാം. തോമസ് അങ്കിളിന്റെ സ്കൂട്ടർ ഇവിടെ കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ. ഇനി വായനശാല തുറന്നു കാണോ? നിങ്ങൾ എന്നാൽ ഇവിടെ നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം.
ആദം, എനിക്കൊരു സംശയം. ഈ ആനയുടെ ഒരക്ഷരം വേണ്ടി പോവരുത്. ഇനി ആരും ഒരു മൃഗത്തെ പറ്റിയും ഒന്നും എന്നോട് ചോദിക്കാൻ പാടില്ല. ഫ്രണ്ട്സ്, വായനശാല പൂട്ടിയിട്ടിരിക്കുകയാണ്. അതെന്ത് പറ്റി? തോമസ് അങ്കിൾ എവിടെയോ പോയിരിക്കുന്നു. ഓ, ഒന്നുറങ്ങി എണീറ്റപ്പോ എന്തൊരാശ്വാസം. മോളെ, ഫോൺ ഞാൻ എടുത്തോളാം. തോമസ് ആയിരിക്കും. ഹലോ അച്ചായ, ഞാനാ. എന്തായി തോമസേ പോയ കാര്യം? പോയ കാര്യമൊക്കെ സാധിച്ചു, പക്ഷേ തിരികെ വരാൻ ഒത്തിരി വൈകി. ഇപ്പോഴാ വായനശാല തുറന്നത്. ആഹാ, ഇവിടുന്നൊരു ടീം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിൻസും കൂട്ടുകാരും. അവര് തിരികെ പോയെന്നാ തോന്നുന്നത്. ഇവിടെ ഉള്ളതിന്റെ ലക്ഷണമൊന്നുമില്ല. ആ, സാരമില്ല തോമസേ. അച്ചായ, ഇതിനിടയ്ക്ക് ഇവിടെ കുറെ സംഭവങ്ങളുണ്ടായി. നേരിട്ട് കാണുമ്പോ പറയാം. ശരി തോമസേ. ഓക്കെ അച്ചായ, കാണാം. ബൈ. ഗ്രാൻഡ്പാ, ആ, മോൻ വന്നോ? പോയ കാര്യം സാധിച്ചില്ല ഗ്രാൻഡ്പാ. വായനശാല അടച്ചിട്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ ഗ്രാൻഡ്പാ. അല്ല, ഗ്രാൻഡ്പാ അതെങ്ങനെ അറിഞ്ഞു? തോമസ് അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു. നിങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ തോമസ് അവിടെ എത്തിയിരുന്നു. അയ്യോ, ആണോ? തോമസ് കാർഷിക സംബന്ധമായ കുറച്ച് കാര്യങ്ങളുമായി അല്പം തിരക്കിലായിപ്പോയി. അതാ പറ്റിയത്. സാരമില്ല ഗ്രാൻഡ്പാ, ഞങ്ങൾ അടുത്ത ദിവസം ഒന്നുകൂടി അവിടേക്ക് പോകാം. ശരി മക്കളെ, ഞാനൊന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തേക്കാം. എന്താ? താങ്ക് യു ഗ്രാൻഡ്പാ. ഞാനെന്നാൽ അകത്തേക്ക് ചെല്ലട്ടെ. ഓക്കെ മോനെ. അങ്ങനെ ഇത്തവണത്തെ കൃഷിയും ആരംഭിച്ചു. ഇനി വിത്ത് മുളപ്പിക്കൽ, വിതയ്ക്കല്, ഞാറുനടിയിൽ കുറെ നാളത്തേക്ക് എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. പട്ടണത്തിൽ താമസിച്ചതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ല അമ്മച്ചി. ഒരു മാതിരിപ്പെട്ട എല്ലാ ഗ്രാമങ്ങളുടെയും നട്ടെല്ല് ഇപ്പോഴും കൃഷി തന്നെയാ മോളെ. നമുക്ക് കൃഷി ഉണ്ടായിരുന്നു അമ്മച്ചി. നമ്മുടെ കുടുംബക്കാർ പരമ്പരാഗതമായി കൃഷിക്കാരായിരുന്നു മോളെ. പിന്നെ നല്ല ജോലികൾ കിട്ടിയതുകൊണ്ടും കൃഷി നോക്കി നടത്തേണ്ട ബുദ്ധിമുട്ടുകൾ കൊണ്ടും അത് വേണ്ടാന്ന് വെച്ചതാണ്. ആണല്ലേ? അപ്പച്ചന്റെയൊക്കെ മനസ്സ് ഇപ്പോഴും ബേസിക്കലി ഒരു കർഷകന്റെ തന്നെയാണ്. കൃഷി ചെയ്യുന്നതിന്റെ ഒരു ത്രില്ല് അതൊന്നു വേറെ തന്നെയാണ് എന്നാ അപ്പച്ചൻ പറയുന്നത്. ഇനിയിപ്പോ കുറെ നാളത്തേക്ക് തോമസേട്ടൻ നല്ല തിരക്കായിരിക്കുമല്ലോ. ഇതൊരു ജോലിയായി കാണാതിരുന്നാൽ നല്ല രസമാ മോളെ. അല്ലാത്തവർക്കാ ഇതൊരു ബുദ്ധിമുട്ടാവുന്നത്. കഴിഞ്ഞ ദിവസം എന്താ വായനശാല തുറക്കാതിരുന്നത് പ്രിൻസേ? ആ, ഞാനത് ഓർക്കണോന്ന് ചോദിച്ചിരിക്കുന്നു. അല്ല, ചോദിക്കണോന്ന് ഓർത്തിരിക്കായിരുന്നു. ഓ, അങ്ങനെ. അത് തോമസ് അങ്കിൾ വരാൻ അല്പം വൈകിയതാണ്. നമ്മൾ പോയ ഉടൻ തന്നെ അങ്കിൾ വരികയും ചെയ്തു. അയ്യോ, ആണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നും കൂടെ പോയി നോക്കാമെന്ന്. പിന്നെ നല്ല സുഖമല്ലേ ആ വെയിലത്ത് പിന്നെയും സൈക്കിൾ ചവിട്ടി ചെല്ലാൻ. ഏതായാലും നമുക്ക് ഇന്ന് സമയം പോലെ അവിടെ വരെയൊന്ന് ചെല്ലാം. അതെ, ഗ്രാൻഡ്പ
ഏതായാലും നമ്മുടെ കാര്യം തോമസ് അങ്കിളിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ തോമസ് അങ്കിൾ നമുക്ക് വേണ്ട ബുക്സ് എടുത്തു വെച്ച് കാണും. അപ്പോൾ ആ കാര്യത്തിനും തീരുമാനമായി. അതെ. ഇന്നലെ ഫോൺ വിളിച്ചപ്പോ എന്തോ കാര്യം പറയാനുണ്ടെന്ന് തോമസ് പറഞ്ഞിരുന്നല്ലോ. അത് ഇന്നലെ കൃഷി ഓഫീസിൽ വെച്ചുണ്ടായ സംഭവമാ. അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ചെന്നപ്പോഴേക്കും വിത്തിന്റെ സ്റ്റോക്ക് തീരാറായിരുന്നു. അവസാന ഡേറ്റ് അല്ലായിരുന്നോ? കർത്താവ് സഹായിച്ച് എനിക്ക് വേണ്ടത് മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഞാനത് കയ്യോടെ ബുക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ദേ വരുന്നു വേറൊരാൾ. അത് അയാൾക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. കാര്യം വേറൊന്നുമല്ല, ഇനി വിത്ത് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നു. അതായിരുന്നു ബഹളത്തിന്റെ കാര്യം. ആളുകളെല്ലാവരും അയാൾക്കെതിരായിരുന്നു. ഏതായാലും നമ്മുടെ കാര്യം സാധിച്ചു. തോമസ് ആഹാരം കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? ഇല്ല ചായ, സമയം കിട്ടിയില്ല. എന്നാൽ വാ, വീട്ടിൽ നിന്നും കഴിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇന്നലെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി എനിക്കൊരു ചെറിയ കടലാസു തുണ്ട് കിട്ടി. അതിൽ പിർഹോം എന്നൊരാളെ പറ്റി ഒരു കഥ പോലെയുള്ള വിവരണമുണ്ടായിരുന്നു. എന്നാൽ ആ കഥയൊന്ന് പറഞ്ഞേ റോമക്സേ. അതല്ലേ രസം. ആ തുണ്ടു പേപ്പറിൽ കഥയുടെ 2 വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ഒരു കണ്ടുപിടുത്തം. ഒന്ന് പോടാ റോമക്സേ. അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല ആദം. ആ 2 വരികളിൽ തന്നെ വരാനിരിക്കുന്ന ഒരു കഥയുടെ തുടക്കം എനിക്ക് കിട്ടി. അതിന്റെ ബാക്കി കിട്ടാൻ ഒരു മാർഗവുമില്ലേ റോമക്സേ? ഞാൻ ഒത്തിരി ശ്രമിച്ചു, ഒരു രക്ഷയുമില്ല. ആരുടെ കഥയായിരുന്നു അത്? ഒരു പിർഹോം. എന്നാൽ പിന്നെ ഈ കഥ നമുക്ക് ഗ്രാൻഡ്പയ്ക്ക് അറിയാമോന്ന് ചോദിച്ചാലോ? അങ്ങനെ ഒരു സോഴ്സ് കൂടി ഉണ്ടല്ലോ. നമുക്കെന്നാൽ വീട്ടിൽ ചെന്ന് ഗ്രാൻഡ്പയോട് കാര്യം അവതരിപ്പിക്കാം. എന്നിട്ട് വായനശാലയിലേക്ക് പോകാം. എന്താ? നല്ല ഐഡിയ പ്രിൻസ്. നമുക്കിപ്പോ തന്നെ പുറപ്പെട്ടാലോ? ദേ അങ്ങോട്ട് നോക്കിക്കേ. ഹായ്, ഗ്രാൻഡ്പായും തോമസ് അങ്കിളും. കേടിയ 2 വള്ളിയും കാലിൽ ചുറ്റി. അതെ അതെ, എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ഞങ്ങൾ ഗ്രാൻഡ്പയെ വീട്ടിൽ വന്ന് കണ്ട ശേഷം തോമസ് അങ്കിളിനെ കാണാൻ വായനശാലയിലേക്ക് വരാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ട ബുക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു അങ്കിൾ. എന്തായിരുന്നു മക്കളെ എന്നെ കാണേണ്ട അത്യാവശ്യം? അക്കാര്യം മറന്നു. ഗ്രാൻഡ്പാ, കഴിഞ്ഞ ദിവസം എനിക്കൊരു കടലാസു തുണ്ട് കിട്ടി. അതിലൊരു പിർഹോമിന്റെ കഥയുടെ തുടക്കമുണ്ടായിരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക വഴി മാനവരാശിക്ക് തന്നെ മാതൃകയായ മഹാൻ. ഗ്രാൻഡ്പയ്ക്ക് പിർഹോമിനെ അറിയാമോ? പിന്നെ അറിയാതെ. ഫ്രീയാണേൽ ആ കഥയൊന്ന് പറയാമോ ഗ്രാൻഡ്പാ? ആ കഥ ഞാനും കേട്ടിട്ടില്ല ചായ. പ്ലീസ് ഗ്രാൻഡ്പാ, പ്ലീസ്. അതിനെന്താ, പറയാലോ. എന്നാൽ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണേ.
വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു പീർഹോം. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം രോഗത്താലും ദാരിദ്ര്യത്താലും ക്ലേശിതനായി. ഒടുവിൽ അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. ഭാര്യയും ഒരു കുട്ടിയും മാത്രമേ സ്വന്തമെന്ന് പറയാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പീർഹോമിന്റെ അയൽക്കാരനായ ജന്മിക്ക് ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. അതിനെ പൂട്ടിയിടണമെന്ന് പീർഹോം പലപ്പോഴായി ജന്മിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ജന്മി അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ഒരു ദിവസം ആ നായ പീർഹോമിന്റെ ഓമനപുത്രിയുടെ നേരെ ചാടി വീണ് കഴുത്തിൽ പിടികൂടി. നിലവിളി കേട്ട് ഓടിയെത്തിയ പീർഹോം നായയെ ഓടിച്ചു വിട്ടെങ്കിലും തന്റെ മകളുടെ ജീവൻ രക്ഷിക്കുവാനായില്ല. ജന്മി പട്ടിയെ കൊന്നെങ്കിലും ആ ഗ്രാമത്തിലുള്ള സകല ആളുകളും അയാളെ വെറുത്തു. വിത്ത് വിതയ്ക്കേണ്ട കാലമായിരുന്നു അത്. ജന്മി നിലമെല്ലാം ഒരുക്കി. പക്ഷേ ഒരു പിടി വിത്ത് പോലും അയാൾക്ക് കൊടുക്കാൻ ആരും കൂട്ടാക്കിയില്ല. എല്ലാവരും അയാളെ വെറുത്തെങ്കിലും പീർഹോം വെറുത്തില്ല. അദ്ദേഹത്തിന് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. തന്റെ അയൽക്കാരൻ വിത്ത് കിട്ടാതെ വിഷമിക്കുന്നതിനെപ്പറ്റി അദ്ദേഹം ഓർത്തു. നേരം വെളുത്തപ്പോൾ ആരും അറിയാതെ തനിക്കായി കരുതി വെച്ചിരുന്ന വിത്തെടുത്ത് പീർഹോം ആ ജന്മിയുടെ കൃഷിഭൂമിയിൽ വിതച്ചു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. വിത്ത് കിളിർത്തു, പാടം പച്ച പുതച്ചു. പക്ഷേ പീർഹോമിന്റെ നിലം മാത്രം തരിശായി കിടന്നു. അദ്ദേഹമാണ് അയൽക്കാരനായ ജന്മിയുടെ തന്റെ ശത്രുവിന്റെ നിലത്ത് വിത്ത് വിതച്ചതെന്ന് ആ നാട്ടിലുള്ളവരെല്ലാം മനസ്സിലാക്കി. എല്ലാവരും പീർഹോമിനെ അഭിനന്ദിച്ചു. ഹായ്, നല്ല കഥ. ശരിയാ, സൂപ്പർ. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ നല്ല കഥയായിരിക്കുമെന്ന്. എന്താ തോമസിന് ഇഷ്ടപ്പെട്ടില്ലേ? അജയ, എന്താ തോമസേ? അജയ, ഇന്നലെ കൃഷിഭവനിൽ വെച്ച് വിത്ത് കിട്ടാതെ പോയ ആളുടെ മനസ്സിനെ പറ്റി ഞാനൊന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ലല്ലോ. അയാളിപ്പോൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും അല്ലേ? അതെ തോമസ്. എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ കർത്താവ് തന്നിട്ടുണ്ടോ ചായ? അയാളെ കണ്ടാലറിയാം അയാൾ ഒരു പാവമാണെന്ന്. കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ വിത്തിന്റെ പകുതിയും നൽകാം. ആ ജീസസ്, നീ എത്ര മഹത്വമുള്ളവനാണ്. ഇവിടെ ഞാൻ നിന്റെ സാന്നിധ്യം അറിയുന്നു. വരൂ തോമസ്, നമുക്ക് എത്രയും പെട്ടെന്ന് അയാളുടെ സമീപത്തെത്താം. ശരിയാ ചായ. നമുക്ക് കാണാൻ കുട്ടികളെ. ശത്രുക്കളോട് ക്ഷമിക്കുന്നത് മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ്.